ഒരു കാലത്ത് വിദേശ താരങ്ങൾ മാത്രം നിറഞ്ഞു നിന്നിരുന്നൊരു മധ്യനിരയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ടായിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഈ ഒരു സീസണിൻ്റെ തുടക്കവും. അഡ്രിയാൻ ലൂണ എന്ന് പറയുന്ന താരത്തിൻ്റെ നേതൃത്വത്തിൽ മധ്യനിര ഭരിക്കാൻ വേണ്ടി ഡൈസൂക്കെ സക്കായിയെ പോലെയുള്ള ജപ്പാനീസ് താരങ്ങൾ, ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള ജിക്സൺ സിംഗ് തനൗജം, ഇങ്ങനെ ഒരുപാട് താരങ്ങൾ കയറി ഇറങ്ങിയ ഒരു മധ്യനിരയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു വർഷവും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിര എന്ന് പറയുന്നത്. എന്നാൽ ജിക്സൺ സിംഗ് തനൗജം എന്ന് പറയുന്ന ആ ഒരു പ്ലെയറിന് പരിക്ക് പറ്റിയിട്ട് പുറത്തു പോകുന്നു. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിലേക്ക് കടന്നു വരുന്നത് വിപിൻ മോഹനൻ എന്ന് പറയുന്ന മലയാളി താരമാണ്. ഈ ഒരു മലയാളി താരം വളരെ മികച്ച രീതിയിലുള്ള കളികൾ നെയ്തെടുക്കുകയാണ്. ഇതിനിടയിലാണ് നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയാൻ ലൂണക്കും പരിക്ക് പറ്റിയിട്ട് പുറത്തേക്ക് പോകുന്നത്. ലൂണ പുറത്തേക്ക് പോയതോടുകൂടി പലരും ആശങ്കയിലായിരുന്ന ഒരു നിമിഷമായിരുന്നു. പക്ഷേ അവിടേക്ക് വിപിൻ കയറി വന്നു. ലൂണയുടെ ആ ഒരു സ്ഥാനം നല്ല രീതിയിൽ ജിക്സന്റെ പകരക്കാരനായ വിപിന് വരുന്നു. അയാൾ നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കളിശൈലികൾ പുറപ്പെടുവിപ്പിക്കുന്നു. പക്ഷേ ലൂണയും ജിക്സനും പോയതോടുകൂടി ഒരു മലയാളി മിഡ്ഫീൽഡ് നിരയാണ് പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയത്. വിപിന് പുറമെ അസ്ഹറും ഐമനും നെയ്തെടുത്ത ഒരു മിഡ്ഫീൽഡ് ഉണ്ട് നമുക്ക്. അസറിനെയും ഐമനെയും ഞാൻ പറയേണ്ട കാര്യമില്ല. രണ്ട് ഇരട്ട സഹോദരന്മാർ ചേർന്നിട്ട് അവർക്കിടയിലൂടെ കൊണ്ടുപോകുന്ന പന്തുകളൊക്കെ അത്ഭുതകരമാണ്. പിന്നീട് രാഹുൽ KPയും കൂടി ചേരുമ്പോൾ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിര അതിഗംഭീരമായിട്ട് തന്നെ പിടിച്ചു നിർത്തുന്നുണ്ട്. നിങ്ങളൊന്ന് എടുത്തു നോക്കുക. വിപിൻ ഇപ്പോൾ പരിക്കാണ് എന്നുണ്ടെങ്കിലും വിപിൻ എന്ന് പറയുന്ന താരം ഡിഫൻസിനും ഫോർവേഡ് നിരക്കും ഒരുപോലെ സാഹചര്യങ്ങൾ ഒരുക്കി വെച്ചു കൊടുക്കുന്ന ഒരു താരം തന്നെയാണ്. അതുപോലെ നിങ്ങൾ അസറിൻ്റെ ഭാഗത്തേക്കൊന്ന് നോക്കൂ. അസർ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കുന്നുണ്ട്. വളരെ മികച്ച രീതിയിലുള്ള കളിയാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് അസർ എന്ന് പറയുന്ന താരം. അസറിനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസിൽ ഇറങ്ങിയിട്ട് പന്തെടുക്കുന്ന ശൈലി അത് വളരെ നല്ലൊരു രീതിയിൽ നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഐമനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല. ഐമൻ എന്ന് പറയുന്നത് എതിരാളികളുടെ ഡിഫൻസിനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന മത്സരത്തിൽ ഐമനും രാഹുൽ KPയും നടത്തിയിട്ടുള്ള മുന്നേറ്റങ്ങളുണ്ട്. ഒരു 1-2-1 ടച്ച് മുന്നേറ്റം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗോളായി എന്നൊക്കെ നമ്മൾ ഉറപ്പിച്ചിരുന്നു. അത്രക്കും കോൺഫിഡൻസോട് കൂടിയാണ് ഐമൻ എന്ന് പറയുന്ന ആ ഒരു താരം ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ KP ഇന്ന് കുറച്ച് ഫോം ഔട്ടാണ്. പക്ഷേ അവൻ തിരിച്ചു വരുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം രാഹുൽ അങ്ങനെയാണ്. നമ്മൾ എല്ലാ വർഷവും കാണുന്ന കാര്യം തന്നെയാണ്. രാഹുലിൻ്റെ കയ്യിൽ നിന്നും വല്ല ചാൻസോ അതല്ലെങ്കിൽ വല്ല ഫോം ഔട്ടോ വന്നു കഴിഞ്ഞാൽ അടുത്ത കളിയിലോ അതല്ലെങ്കിൽ അതിൻ്റെ പിറ്റത്തെ കളിയിലോ മുഴുവൻ പ്രതീക്ഷകളോടുകൂടി മുഴുവൻ ശക്തിയോടുകൂടി തിരിച്ചു വരുന്ന ഒരു കളിക്കാരൻ തന്നെയാണ് രാഹുൽ KP എന്ന് പറയുന്ന താരം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മലയാളികളായിട്ടുള്ള ആ 4 മിഡ്ഫീൽഡേഴ്സും ഇന്ന് തകർത്താടിക്കൊണ്ടിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മലയാളി താരങ്ങൾ നിരന്നു നിൽക്കുന്ന ആ ഒരു മിഡ്ഫീൽഡ് നിര ഉണ്ടാകുന്നത് തന്നെ. പ്രതീക്ഷകളാണ്, അസ്തമിക്കാത്ത പ്രതീക്ഷകൾ. ഇന്ത്യൻ ടീമിന് പോലും പ്രതീക്ഷകളാണ് ഈ മലയാളി താരങ്ങൾ. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് താരങ്ങൾ വളർന്നു വരുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാഡമിയിലൂടെ തന്നെ. പക്ഷേ അവരൊക്കെ ഈ ഒരു മധ്യനിരയിൽ ഭരിക്കുന്ന ഇവരെ കണ്ട് വേണം പഠിക്കാൻ. ഐമനെ പോലെ, അസറിനെ പോലെ, വിപിനെ പോലെ, രാഹുലിനെ പോലെയുള്ള താരങ്ങൾ. തീർച്ചയായിട്ടും ഈ മലയാളികളിൽ തന്നെ നിറഞ്ഞാടുന്ന പ്രതീക്ഷകളുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വിട്ടുകൊടുക്കാതിരുന്നാൽ മതി. കാരണം സ്വന്തം അക്കാഡമിയിലൂടെ വളർന്നു വരുന്ന പ്ലേയേഴ്സാണ്. മറ്റുള്ള ക്ലബ്ബുകളിലേക്ക് വിട്ടുകൊടുക്കാതിരുന്നാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ മുതൽക്കൂട്ടാകുന്ന പ്ലേയേഴ്സാണ് ഇന്ന് മധ്യനിര ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശ താരങ്ങളുടെ ഒരു കുറവ് പോലും നമുക്ക് വരുത്തുന്നില്ല. ഇന്ന് സക്കായി പോലും ഇടയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷനായിട്ടാണ് ഇറങ്ങുന്നത്. അവിടെയൊക്കെ ഭരിക്കുന്നത് സക്കായിയുടെ ചാൻസിൽ അവിടെ ആ ഒരു ഇതിലൊക്കെ ഭരിക്കുന്നത് മലയാളി താരങ്ങളാണ് എന്ന് ഓർക്കേണ്ടതുണ്ട്. അതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരങ്ങൾ.